അങ്ങനെ ഇപ്പം നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ എടുക്കുന്നത്. മെസ്സേജുകൾ ഇഷ്ടമാണ് ചേച്ചി, വീഡിയോ കാണാനല്ലോ, ഡെയിലി വീഡിയോ ഇടുക ചേച്ചി. ഇനി ഒട്ടും ഇവിടുന്ന് ഡെയിലി വീഡിയോ ഇടും കേട്ടോ. എന്താ വെച്ചാൽ കുറച്ച് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു. കുറച്ച് പ്രശ്നങ്ങളും കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ്. എന്താ ചെയ്യാനേ, നമുക്കൊരു വെക്കേഷൻ കാലത്ത് പിള്ളേരുടെ അടുത്ത് ഇരിക്കാനോ അവരൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി ഒന്നിനും പറ്റാത്തൊരവസ്ഥ. നമ്മൾ പറഞ്ഞ ജീവിതമല്ലേ, ഇതൊക്കെ ഉണ്ടാവും. ആരത് ഞാൻ പേടിച്ചു. മനുഷ്യർ ഞാൻ അടിയായിരുന്നു, ഇപ്പൊ തീർന്നു കേട്ടോ. അടി അങ്ങോട്ട് തീർത്തു. കൊറേ ദിവസമായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചങ്ങടൊന്നുമില്ല, തല്ലൂട്ടൊന്നുമില്ല, അങ്ങനെ പറഞ്ഞ സംസാരമില്ല, സംസാരം ഉണ്ടായിരുന്നില്ല, കയ്യാങ്കളിയില്ല, വാക്ക് തർക്കമില്ല. വാക്ക് തർക്കം അങ്ങനെ ഇല്ലല്ലോ, മൗനവ്രതമായിരുന്നു. അത് നമുക്കറിയാം, മൗനവ്രതം ഇവിടെ എടുക്കുന്ന ആളാണ് ചേട്ടനാണ്. അതിനാണ്ട് എന്തെങ്കിലും മനസ്സിലൊരു ടെൻഷൻ കിട്ടിയ അതിൻ്റെ മിണ്ടിൽ ഇങ്ങനെ മിണ്ടാണ്ട് നടക്കും. അപ്പൊ അതിന് നമ്മളെ പോലെ പാവങ്ങൾ പെട്ടുപോകും. ഞാനും മൗനവ്രതവും അവിടുന്ന് എന്തെങ്കിലും ഒന്ന് പൊട്ടിണ്ടെങ്കിലോ അത് തൃശ്ശൂർ വെടിക്കെട്ടിന്റെ അപ്പുറമുള്ള വെടിക്കെട്ടോ. അതിനകത്തുണ്ടായിട്ട് പനിയല്ലോ പറഞ്ഞ വാക്ക് തർക്ക് തല്ലിട്ടൊന്നുമില്ലല്ലോ. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോല്ല, ഇത് പറഞ്ഞെന്ന് ഓർമ്മ ഉണ്ടപ്പോ? എനിക്ക് ഓർമ്മയില്ല, ഞാൻ പറഞ്ഞൊന്നും മനസ്സിലാക്കാറില്ല. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കാത്ത ആളാണ്. ചേട്ടൻ പറയാ പറയണതോ കുറച്ച് കാര്യമുണ്ടോ? ഏയ് എന്താ വീടിടാ കാര്യം പറയണോ? ആയോ കൊറേ നാളെ നിങ്ങളെ കണ്ടിട്ട് അച്ഛയോട് 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 ചോദിക്കുന്നുണ്ട്. അച്ഛനെ ഇഷ്ടപ്പെടണ ഒരു കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഇന്ന് രാത്രി കുറേ ദിവസമായാലും ഉണ്ണോക്ക് നേരെ ചൂന ഭക്ഷണം ഇല്ല കേട്ടോ, സത്യം. ഇന്നലെ രാത്രി ഞങ്ങൾ ആരും ഭക്ഷണം കഴിച്ചിട്ട് തണ്ണിമത്തേക്ക് കഴിച്ചൊന്നും ഉറങ്ങിയതാ. ഒന്നുറങ്ങിയിട്ട് അപ്പൊ ഉറങ്ങാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഞങ്ങളൊരു 9 മണി തണ്ണിമത്തേക്ക് തിന്ന ചേർക്കാണെങ്കിൽ നമുക്ക് ആ വയറ് ഫില്ലിൽ ഉറങ്ങി പോയത്. ഒരു ഹോസ്പിറ്റലിൽ വന്നു. ഹോസ്പിറ്റലിൽ പോയി വരുന്ന സമയത്ത് നമ്മൾ 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊക്കെയാണ് വിശന്നിട്ട് പിന്നെ ഉറക്കം കിട്ടിയെന്നില്ല. കുളിച്ച് കഴിഞ്ഞിട്ട് എനിക്കൊക്കെ ഉറങ്ങിയ മതി. വിശന്നേക്കുന്നതിന് ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ല. 3 മണിയാകുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഉച്ച രാത്രി ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ വിശപ്പുണ്ടായില്ലോ. നമ്മൾ ചില ദിവസങ്ങളാണ് അങ്ങനെ ഒന്നും ചെയ്യാനോ ഒന്നും എടുക്കാനോ തോന്നുന്നു. ഇപ്പോഴും കുറെ ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ജീവിതത്തിലെ വല്ല ഓരോ ഘട്ടങ്ങളിലൂടെയാണ് ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അവസാനം ഘട്ടം ഉരുളി ഭയങ്കര ശബ്ദം ഉണ്ടാവും. നമുക്ക് വലിയ സ്റ്റവ് ശരിയാട്ടോ. അമ്മേ വലിയ പരിപാടിയാ. നമുക്ക് 4 ചട്ടി കയറിയിട്ട് പറഞ്ഞു. അല്ല അയിമ കത്തിട്ട് ഈ ഉരുളി വെക്കാണെങ്കിൽ പെട്ടെന്നാവും. അങ്ങനെയല്ല, ഐറ്റ് ബർണർ വലുതാ. അതായത് അച്ഛൻ ഹോട്ടലത്തെ ഗ്യാസ് അടുപ്പൊക്കെ റെഡി ആക്കി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പണി കൂടി ഉണ്ട്. തുരുമ്പ് ഇത്ര വർഷമായിട്ട് തുരുമ്പൊക്കെ കുടിച്ചപ്പോൾ അതൊക്കെ കുറച്ച് പെയിന്റ് അടിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാഗ്രഹം വന്നിട്ടുണ്ട്. വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്കുള്ളത് അതിന് പറ്റിയൊരു കട തപ്പി കിട്ടിയാൽ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് നല്ല. ഞങ്ങളുടെ ഈ നാട്ടിലത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഈ കുന്നംകുളം ഏരിയയിൽ നല്ല മസാല ദോശ നല്ല നെയ്റോസ്റ്റോ കിട്ടുന്ന കടയില്ല. ഞാനെന്ത് പണ്ടേ ആകെ ഒരു കടയുള്ളൂ, നായർ ഹോട്ടൽ. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. നാലാമത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറ്റിയ നല്ലൊരു കടയില്ല. ഉച്ചത്തെ ഒരു ഉച്ചയൂണിന് പറ്റിയ നല്ല കടയുമില്ല. ഉച്ചയൂണെന്ന് വെച്ചിട്ട് ദൈവമേ, ഒരു ഉച്ചയ്ക്ക് വിശുന്നെങ്കിൽ നമുക്ക് കഴിക്കാൻ ഒരു ചോറ് കഴിക്കാൻ പറ്റിയ ഒരു കട നമ്മുടെ ഈ ഏരിയയില്. കടയിലത്തെ കറികൾ കണ്ട കൂട്ടുകറികളുണ്ട്, കയപ്പയ്ക്കോണ്ട് അതായത് എത്ര രൂപയെന്ന് ചോറ്? 80 രൂപയാണ് സാധാ ചോറിന്. 2 ദിവസം റേറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് വിഷയമില്ല. നമുക്ക് അതിനുള്ളത് അവർ കൊടുക്കുകയാണെങ്കിൽ റേറ്റ് ഓക്കെയാണ്.
അവർ തന്നത് എന്താ സലാഡ്, തൈര് കൊണ്ടുള്ള സലാഡും അച്ചാറും കയ്പ്പയ്ക്ക കൂട്ടുകറി, സാമ്പാർ വേണോ വേണ്ടേ എന്നുള്ള നിലയ്ക്ക്. പിന്നെ വഴിക്ക് വരില്ല. പക്ഷേ കച്ചവടം ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. കടയുടെ പേരൊന്നും ഞാൻ മെൻഷൻ ചെയ്യണില്ല. വളരെ പൊതിച്ചോറുന്നുണ്ട് 170 രൂപയാണ് കുണുക്ക ഒരു പൊതിച്ചോറ്. ആകെ ഒരു സാധനം ഒരു പൊതിച്ചോറാണ് ഞങ്ങൾ മേടിച്ചത്. ആർക്കാ കുണിക്കാണല്ലോ പൊതിച്ചോറ് വേണമെന്നുള്ളത്. ചിക്കൻ പീസ് കുണിക്കുന്നുണ്ട്, ചിക്കൻ ഉണ്ടായിരുന്നായിരുന്നു വെച്ച്. പിന്നെ ഒരു കോഴിമുട്ടയുടെ പകുതി, ഒരു തരി മുതിരപ്പേര്, ഒരു അച്ചാർ, ഇതല്ലാണ്ട് വേറെ ഒരു മത്തി വറുത്തത് അതിന് ഗുണമുണ്ടാ. അതായത് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഇതാവണ്ട വെച്ചിട്ട് അതൊന്ന് സെപ്പറേറ്റ് വന്നത്. ഒരു പൊതിച്ചോറ് 170 രൂപ മേടിക്കുമ്പോൾ നമുക്ക് ഞാൻ 200 രൂപ മേടിച്ചോ. പക്ഷെ അതിനുള്ള ആ പൊതിച്ചോറ് നല്ലൊരു ചമ്മന്തിയാണ്, ഒരു മുട്ടയുടെ ഓംലേറ്റിന് വേണം, നല്ലൊരു കുഞ്ഞ് മീൻ കഷ്ണം വറുത്തത്, ഒരു മീൻകറിയുടെ ഒരു കഷ്ണം, ഒരു തുള്ളി ചാറ്, ഒരു അച്ചാർ, പിന്നെ എന്താ ഒരു ഉപ്പേരി ഉള്ളത്, നല്ലൊരു ചിക്കനോ ബീഫാണെങ്കിൽ 2 പീസ് മതിയായിരിക്കും. അത് നേരെ ചോദിച്ചു ഇതൊന്നുമില്ല, 2 പീസ് ചിക്കൻ്റെ കുഞ്ഞീത് എത്ര പോന്നു ഇങ്ങനെ പോന്ന്. 2 പീസ് ചിക്കൻ, ഒരു കോഴിമുട്ടയുടെ പകുതി, ഒരു തരി മുതിരപ്പേര്, ഒരു അച്ചാർ, ഒരു മത്തി വറുത്തത്. ഇതാണ് ഒരു പൊതിച്ചോറ് 170 രൂപ. ഭയങ്കര നഷ്ടാട്ടോ. നല്ലോണം മൂത്ത് പോയി. സബോള കളർ വരുന്നില്ല, വെള്ള സബോള സാഹിപ്പോ. ഓ പൊന്നി കുഞ്ഞി കസേരയിട്ട് വന്നു കുട്ടി. അവിടെ കുട്ടിയല്ലേ അല്ലേ? നന്ദിയില്ലടി ഓരോ നന്ദിന്ന് പറയണ്ടോ. അവൾക്ക് അങ്ങനെ വിഷമമായോണ്ട് അവൾക്ക് എന്തെങ്കിലും ആവശ്യം നേടണമെങ്കിൽ അപ്പാപ്പേന്ന് വിളിച്ചു കിടക്കും. നിങ്ങളുടെ വായോട്ടാ അപ്പാപ്പേന്ന് വിളിച്ചിട്ട് എന്തെങ്കിലും ആവശ്യത്തിന് അത് എടുത്തേ കൊടുക്കും. മറ്റുള്ളവർ ആരെയൊന്നും കിട്ടാത്തത് വേണമെങ്കിൽ ഇന്ത്യന്ന് വേണം ഞാൻ എടുത്തു കൊടുക്കും. വായോട്ടാ ശരിയാക്കിട്ടാ. കുട്ടിയല്ലേ അപ്പാപ്പന് അമ്മമ്മയും പോയി ശരിയൊക്കെ അവരെടുക്കും. അങ്ങനെ നമ്മൾ ചട്ടിച്ചോറൊക്കെ ഉണ്ടാക്കണേക്കണം മുന്നേ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ണുകൾക്ക് അരിപ്പുട്ടും എനിക്ക് എന്നായിരുന്നു ഓട്സിൻ്റെ പുട്ടും ചിക്കൻ കറി കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാതിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് കുണിക്കുമ്പോൾ കൈയൊക്കെ കഴുകി സെറ്റായിട്ട് വന്നിട്ട് അപ്പം ഇന്നെന്താ ഫുഡെന്ന് കുണിക്കുമ്പോൾ അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ 2-3 ദിവസമായി നമുക്ക് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാനോ കാര്യമൊക്കെ ഒന്നും പറ്റാണ്ട് എന്തെങ്കിലുമൊക്കെ തട്ടിമുട്ടിയുള്ള ഫുഡ് റെഡി ആയിരുന്നു കേട്ടോ. കാര്യമായിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഫുഡും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിളമ്പിയപ്പോഴാണ് പുട്ടും ചിക്കൻ കറിയാണ് ചോദിച്ചത്. അപ്പോൾ അതാ ഒരു ഉമ്മ. ഇതാണ് അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ തന്നെ ആ ഒരു ഉമ്മ ഉണ്ടല്ലോ, അത് പ്രത്യേക ഒരു സന്തോഷം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് ശേഷം അരി അടപ്പത്തിടാണ് കേട്ടോ ആദ്യത്തെ പരിപാടി. അല്ലെങ്കിൽ രാവിലെ എഴുതിച്ച് അരി അടപ്പത്തിടാണ്ട് ഇന്ന് ചട്ടി മേടിച്ചാട്ടോ. അപ്പോൾ ഞാൻ മയക്കിൽ കഴിഞ്ഞിട്ടുണ്ട്. പാട്ട് പാടി മയക്കാറാത്താണ്. കുറച്ച് വെള്ളവും ചായയിലും മഞ്ഞൾപ്പൊടി ഇട്ട് വറ്റിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ട്രിപ്പ് മയങ്ങി കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ എന്തെങ്കിലും ഒഴിച്ചിട്ട് സബോള ഇട്ട് നന്നായി വാട്ടി കരിയിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചട്ടി മയങ്ങി കിട്ടി. അടുത്ത ചട്ടിയിലത്തെ ഇത് വറ്റിക്കൊണ്ടിരിക്കണമല്ലോ കേട്ടോ. ഈ ഒരു നിറമായിരുന്നു കേട്ടോ ചട്ടി. അതിപ്പോൾ മയങ്ങിയിട്ട് ഈ ഒരു നിറം, അത് നമ്മൾ ചായയുടെ നിറമാണ് അല്ലേ. പക്ഷെ ഇനി പോവില്ല. അങ്ങനെ നമ്മൾ ഈ ചോറ് അടപ്പത്തിൽ കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ആദ്യത്തെ പരിപാടി എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഉപ്പേരി കേട്ടോ, കൂർക്ക കടച്ചക്കയൊക്കെ കേട്ടോ. അപ്പം ഇന്ന് കടച്ചക്കയുടെ ഉപ്പേരി കേട്ടോ 2-3 ദിവസം മേടിച്ച് വെച്ചിട്ട് ഉപ്പേരി വെക്കാൻ പറ്റാണ്ട് നടക്കണം കേട്ടോ. അങ്ങനെ കടച്ചക്ക എനിക്കും പൊന്നിനും കുഞ്ഞിനും ഇഷ്ടം കേട്ടോ. കടച്ചക്ക മഞ്ഞപ്പൊടി ഉപ്പിട്ട് ഒറ്റ ആവി തുള്ളി വെള്ളത്തിലൊന്ന് തിളച്ചോട് കൂടിയിട്ട് അപ്പോൾ എന്തുകൊണ്ട് നല്ല കടച്ചക്കയാണെങ്കിൽ അങ്ങനെ വേവൂട്ടാ. അങ്ങനെ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകും വെളുത്തുള്ളി ചുവന്നുള്ളി കറിവേപ്പിലയും ചതച്ചിട്ടു കേട്ടോ. പല സ്ഥലങ്ങളിൽ പല തരത്തിലാണ് ഉപ്പേരികൾ വയ്ക്കുക. അതേപോലെ കടച്ചക്കയ്ക്ക് ഞങ്ങളുടെ തൃശ്ശൂർക്കാർ
കുന്നോളം സൈഡിലൊക്കെ കടച്ചക്കാന്ന് തന്നെ പറയാം. ഞാൻ എൻ്റെ വീട്ടിലും കടച്ചക്കാന്ന് തന്നെ പറയാം. തൃശ്ശൂർ സൈഡിലും കുന്നോളം സൈഡിലും കടച്ചക്ക കേട്ടോ. ഇനി മറ്റുള്ള നാട്ടിൽ ഇതിന് എന്താ പറയുകയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അങ്ങനെ കടച്ചക്ക ഒരു ചില കടച്ചക്കൊക്കെ എത്ര വിസിലടിച്ചാലും വേവില്ല കേട്ടോ, അത് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുണ്ടല്ലോ ഒരൊറ്റ ആവിയിൽ അത് വെന്തുട്ടോ, ഒരു തളച്ചോടുകൂടി വെന്തുട്ടാ. അങ്ങനെ ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നപ്പോൾ ഞാൻ കുത്തിമുളക് ഇട്ടുട്ടോ, പറയാൻ പറഞ്ഞു. കുത്തിമുളക് പൊടി ഇട്ടു, കുറച്ച് മുളക് പൊടി ഇട്ടുട്ടോ. എരിവിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ. മുളക് പൊടി മാത്രമാണെങ്കിൽ അതിടാം, കുത്തിമുളക് മാത്രമാണെങ്കിൽ അതിടാം. എനിക്ക് ഈ രണ്ടും കൂടി ഇട്ടിട്ട് ഉപ്പേരി കാച്ചുന്നത് കൂടുതൽ ഇഷ്ടം കേട്ടോ. അങ്ങനെ നമ്മളൊരു തുള്ളി വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഈ കാച്ചണത്. എന്താ വെച്ചാൽ കടച്ചക്ക ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് വേറൊരു പ്രാവശ്യം വെളിച്ചെണ്ണയുടെ ആവശ്യം വരും, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ കടച്ചക്ക ഇങ്ങനെ പതുക്കെ കോരിടണം കേട്ടോ, ഉടഞ്ഞ് പോകാണ്ട് ശ്രദ്ധിക്കണം. ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഉടഞ്ഞ് പോകാണ്ട് നമ്മളിങ്ങനെ ഇടണം കേട്ടോ. അങ്ങനെ സെറ്റാക്കി ഇട്ടതിന് ശേഷം ഈ പതുക്കെ കയ്യിലോണ്ട് ഇങ്ങനെ മറിച്ച് ആ മസാല എല്ലായിടത്തേക്കും എത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു തുള്ളി വെള്ളമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ചട്ടിയിലിട്ട് വറ്റി കഴിഞ്ഞാൽ പുളി എന്ന് പറഞ്ഞാൽ എരിവ് ഉപ്പൊക്കെ ഒന്ന് മസാലയിൽ സെറ്റായിട്ട് പിടിക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കടച്ചക്ക ഉണ്ടാക്കി പോട്ടെ. ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട കേട്ടോ. ഒരു ഉണക്കമീൻ വറുത്തത് ഈ ഒരു കടച്ചക്ക ഉപ്പേരിയാണെങ്കിൽ സൂപ്പറായിട്ട് കൂടെ കഴിക്കാം കേട്ടോ. അങ്ങനെ അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില ഇട്ടു. പിന്നെ ഞാൻ ചെയ്യുന്നത് എല്ലാ ഉപ്പേരിയിലും ചെയ്യൽ ചക്ക ഉപ്പേരി കടച്ചക്ക ഉപ്പേരിയിലൊക്കെ ചെയ്യാനായിട്ട് നല്ല വെളിച്ചെണ്ണ. ഇപ്പോഴത്തെ കാലത്തെ വെളിച്ചെണ്ണയ്ക്കൊന്നും അത്ര സ്മെല്ലൊന്നുമില്ല. വീട്ടിൽ ആട്ടണ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞതാണ്, പക്ഷേ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. നല്ല വെളിച്ചെണ്ണ കിട്ടില്ല. പണ്ടൊക്കെ അങ്ങനെ ഇട്ടാണ്ടല്ലോ, എന്തൊരു സ്മെല്ലാന്ന് പറയാം ഉപ്പേരി കഴിക്കുക, പച്ച വെളിച്ചെണ്ണ മേലെ ഒഴിച്ച് കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇങ്ങനെ കുഞ്ഞുകുനാന്നരിഞ്ഞത്. ഭയങ്കര ടേസ്റ്റായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അതൊന്ന് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കുത്തിയ മുളകും കറിവേപ്പിലയും ഉപ്പും മാത്രം, വെളുത്തുള്ളിയോ ചുവന്നുള്ളിയോ ഒന്നുമില്ല കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക്. ഇനി ഈ ഉപ്പേരി പെട്ടെന്ന് പിടിക്കും, വലുതായി കുഞ്ഞുനാന്നരിഞ്ഞാണ് കേട്ടോ. എന്താ വെച്ചാൽ നല്ല പശ കൂടുതലല്ലേ. ഞാൻ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ആവിയിൽ ഒഴിച്ചെടുത്ത് നല്ല ടേസ്റ്റായിട്ട് ചോറിൻ്റെ കൂടെ. അപ്പോഴേക്കും നമ്മൾ മീൻ കറിക്കുള്ള ചട്ടി ഒഴിച്ചു, ഇപ്പുറത്ത് മീൻ വറുക്കാനുള്ള ചട്ടി ഒഴിച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അങ്ങനെ മീനൊക്കെ മസാല പറ്റി വറുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ മീൻ കറിക്ക് ഉലുവ പൊട്ടിച്ചു, ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു, ചുവന്നുള്ളി ഇട്ടു കേട്ടോ. ഇനി ഇത് നന്നായി കൊണ്ട് മൂത്ത് വരുന്നതോട് കൂടിയിട്ട് നമുക്കിതിലേക്കുള്ള ആവശ്യമുള്ള പൊടികളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ പേസ്റ്റ് പോലെ ആക്കിയിട്ട് കാശ്മീരി ചില്ലിയും സാധാ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ നമ്മുടെ എരിവിന് ആവശ്യത്തിന് കേട്ടോ. ഉലുവപ്പൊടിയും കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഉണ്ട തൊട്ട് വെച്ചോട്ടെ. എന്ന് വെച്ചാൽ എണ്ണയിലിട്ട് ശേഷം പെട്ടെന്ന് പൊടി കരിയാണ്ടിരിക്കാനായിട്ട്. അങ്ങനെ നമ്മളിത് അതിലിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുത്ത അവസാനം നമ്മൾ നല്ലോണം ചുമയ്ക്കാൻ തുടങ്ങും. അപ്പോൾ മനസ്സിലാവും നമ്മൾ മുളകുപൊടിയൊക്കെ നല്ല മതിൽ മൂത്തുണ്ട് എന്നിട്ട്. നമ്മൾ ഈ ചട്ടിയിലിട്ട് ഇങ്ങനെ മൂപ്പിച്ചതിന് ശേഷം ലാസ്റ്റ് വേണ്ട നമ്മൾ കുടംപുളിയോ മാങ്ങയോ പുളിയോ നിങ്ങൾ എന്താണ് പുളിക്ക് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മളിതിലൊരു സാധനം ഇട്ടിട്ടില്ല, മെയിൻ സാധനം ഉപ്പിട്ടിട്ടില്ല. പിന്നെ കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറിയുടെ മസാലക്കൂട്ടൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഈ മസാല തിളച്ച് എന്നോട് നമുക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ വീഡിയോ എടുക്കാൻ മറന്നു. അങ്ങനെ തിളച്ച മീൻ കഷ്ണമൊക്കെ ഇട്ട് ഇപ്പോൾ ഒന്ന് തളയുടെ പകുതി സ്റ്റേജിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. അങ്ങനെ ഇതൊന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻ മുളകിട്ടത് സെറ്റാണ് കേട്ടോ. ഈ ചട്ടിച്ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കൂടുതൽ ഇങ്ങനെ മീൻ വെക്കാണ് ടേസ്റ്റ് കേട്ടോ. പിന്നെ അടുത്ത പരിപാടി ഈ മുട്ട ഓംപ്ലേറ്റ് ആണല്ലേ. പൊടിച്ചോറും ചട്ടിച്ചോറിനൊക്കെ മുട്ട ഓംപ്ലേറ്റ് ഇല്ലാണ്ട് എന്ത് പരിപാടിയില്ല. അപ്പോൾ ഈ 4 മുട്ട എടുത്തിട്ട് അപ്പോൾ 2 മുട്ട കൊണ്ടാണ് ഈ ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഓരോന്ന് വരുന്നില്ല. നമുക്ക് തുണ്ടേശുണ്ട്, ചിക്കൻ്റെ കാര്യമല്ല, അപ്പോൾ തുണ്ടേശം മതിയല്ലോ. പിന്നെ ചമ്മന്തിക്കെല്ലാം നാളികേരം അഞ്ഞോട്ട് ചെരിക്കുന്നു. അതിലേക്ക് 3-4 ചുവന്നുള്ളി, വലിയ ചുവന്നുള്ളി കഴിക്കാനും 3 ഇട്ടുള്ളൂ കേട്ടോ. കൊടുത്ത് എന്നിട്ട് പണിയെടുക്കാൻ വയ്യ കേട്ടോ. പക്ഷെ ഇത് ഉണ്ടാക്കാൻ എന്തുകൊണ്ട് വെച്ചത് ഒരാള് നോക്കി എത്ര ദിവസമായി പറയണു ചട്ടിച്ചോറ് നല്ല പെഞ്ഞ് നശിപ്പിച്ചു. നല്ല പഞ്ഞെടുത്തിട്ടിരിക്കണു. ഇന്നലെ പോകുമ്പോട്ടതാ അതൊന്നല്ല അത് ഇതൊക്കെ ഉണ്ടായിരുന്നു. മാപ്പുണ്ട വീട്ടിൽ വീഡിയോയിൽ പോയിട്ടുണ്ട്. അച്ഛൻ്റെ മോള് പല്ല് നല്ല ചേർച്ചയുള്ള അച്ഛനും മോള. എന്താന്ന് അറിയില്ല, ഭയങ്കര സ്നേഹ. തമ്മിൽ
ആ ഓക്കെ താങ്ക് യു. ഇതൊക്കെ കളയാം. കഴിഞ്ഞു. 4 കോഴിമുട്ട വേണ്ടോ? എന്തെങ്കിലും അവിടെ ചോദിക്കും ബാത്റൂമിന് വേണം. അപ്പൊ ഒന്ന് തുണക്കി വരുമായിരിക്കും. അത് കോഴിക്ക് കൈ കഴുകിട്ട് കയ്യും വേണം. കണ്ടില്ലേ കണ്ടില്ലേ ഇതെന്തിരിക്കട്ടെ അയക്കടാ അല്ലേ. അങ്ങനെയാണ് മുട്ട ഓംപ്ലേറ്റ് ആയി പൊതിച്ചോണ്ടിരിക്കുന്നത് അല്ലേ. ഇനി അടുത്തത് ചമ്മന്തിക്കുള്ള പരിപാടിയാണ്. സത്യം പറയാൻ വയ്യ കേട്ടോ. ചൂടെന്ന് പറഞ്ഞാൽ മാതിരി ചൂടാണ്. പക്ഷെ കുറേ ദിവസമായില്ലേ ഇന്നിപ്പോൾ ആവുന്നു തോന്നി. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താന്ന് പറഞ്ഞപ്പോൾ ചിക്കൻ പെട്ടും ചിക്കൻ കറിയാണ്. ഒരു ഉമ്മ വയ്ക്കില്ല. സന്തോഷമുണ്ട്. കൊല്ലു ഒയ്ക്ക് 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 അടിച്ചാ ഉപ്പിട്ടില്ലേ? അങ്ങനെ മുട്ട ഓംപ്ലേറ്റായി, ചോറായി, ഒരു തട്ടിമുട്ടിട്ടുള്ള പരിപാടി കേട്ടാ. ഇങ്ങനെ 170 പൊതിച്ചോറ് മേടിച്ചോ. അവരിങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ ആഗ്രഹിച്ചു സത്യം വന്ന. പക്ഷെ എന്തിച്ച ഭക്ഷണം 170 രൂപയ്ക്ക് അവർ കൊടുക്കണ്ടേ. ഭയങ്കര കഷ്ടമാണ്. എനിക്ക് ഭയങ്കര തോന്നി. നമ്മൾ ബിസിനസ് ചെയ്യാം, ആരായാലും ബിസിനസ് ചെയ്യാം. പക്ഷെ ഒരു മയത്തിലൊക്കെ ബില്ലിടുന്നു അല്ലേ. ഒരു മയം വേണം എന്തിനും. അങ്ങനെ എണ്ണ ചോദിച്ചാ അപ്പം ഈ വറ്റൽമുളക് ചിട്ടത്, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, മാങ്ങ വേണം. ചോറുണ്ട് അപ്പം കണ്ടില്ലേ, ഞാനിത് വറ്റൽമുളകും പച്ചമുളകും കറിവേപ്പിലയും ചുവന്നുള്ളിയും കല്ലുപ്പും നാളികേരും മാങ്ങി കൂടിയിട്ടിട്ടാണ് ചമ്മന്തി അരക്കുന്നത് കേട്ടോ. ഇങ്ങനെ മഞ്ഞപ്പുണ്ടെങ്കിലും നല്ല പുളിയുണ്ട് കേട്ടോ. 3 രേഖലും പുളിക്ക് കുഴപ്പമില്ല. തിന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം പുളിയൊക്കെ ഉണ്ട്. അതേലൊരു മധുരം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മിക്സിയിൽ ജാറിലിട്ടിട്ട് തുള്ളി പോലും വെള്ളം ഒഴിക്കില്ല. വെറുതെ ചതച്ച് ഇങ്ങനെ 3-4-5 പ്രാവശ്യം അടിച്ച് ചതച്ചെടുക്കുള്ളൂ കേട്ടോ. അങ്ങനെ ചതച്ചെടുത്ത് തുടങ്ങുമ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി. അതിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചോടത്തോടു കൂടിയിട്ട് നമ്മുടെ നാളികേര ചമ്മന്തി, എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സ്റ്റൈലുള്ള നാളികേര ചമ്മന്തി റെഡി കേട്ടോ. എൻ്റെ അമ്മ ഉണ്ടാക്കുമ്പോൾ അമ്മീമ്മയൊക്കെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അമ്മിയില്ലാത്താലും നമ്മൾ മിക്സിയിൽ ജാറിലുണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആ പൊന്നൂന് തീരെ വയ്യാട്ടോ. എന്നിട്ട് വൈകിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുകൊണ്ട് വന്നു. അപ്പോൾ പൊന്നു കുറച്ച് റെസ്റ്റിലൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ പൊന്നൂനുള്ള ഉച്ചയോടും രാവിലെ ഞാൻ പുട്ടും കറിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഷെബി വന്നപ്പോൾ ഭക്ഷണം മേടിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാർത്ത് അവരോട് രാവിലെ തന്നെ പോയിട്ടാണ്. അങ്ങനെ കാർത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോയിലില്ലാത്തത്. ഇപ്പോൾ ചോറെടുക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷെബി കാർത്തോട്ട് ചോറെടുക്കുമ്പോൾ കാത്തുവിൻ്റെ പൂജ കാർത്തു ഞങ്ങൾ എണ്ണ അയച്ചിരിക്കണം. അപ്പോൾ ഞാനും കുളിച്ചിട്ടില്ല, അമ്മാമ്മ കുളിപ്പിച്ച് തരുവാണ്ട് ഇവിടെ നിന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ചമ്മന്തിയൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കി ഈ കടച്ചക്കപ്പേരി പൊന്നൂനും ഭയങ്കര ഇഷ്ടമാണ് എനിക്കറിയാം. പൊന്നു ഞാനാണ് കടച്ചക്കപ്പേരിയുടെ ആൾ കേട്ടോ. അങ്ങനെ പൊന്നൂനും കടച്ചക്കപ്പേരി കുറച്ച് ക്ഷമിക്കാൻ കടച്ചക്കപ്പേരി അത്ര ഇഷ്ടമുണ്ട് എനിക്ക് തോന്നണില്ല. തോന്നുന്നു ഇഷ്ടപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ടു കടച്ചക്ക, അതൊരു ഇഷ്ടപ്പെട്ടു. കടച്ചക്കപ്പേരി ഇഷ്ടമായതാണ് കേട്ടോ കൊടുക്കുക പറഞ്ഞ്. അങ്ങനെ കടച്ചക്കപ്പേരി നമ്മുടെ ഈ പാത്രം കുറേ കൊടുത്തു വെച്ചാൽ അവിടെ കഴുകാൻ ആളില്ലല്ലോ. ഷെബി മാത്രമല്ല ഉള്ളൂ. പൊന്നിന് കുറച്ച് വയ്യാത്ത റെസ്റ്റിലാണ്. അപ്പം ഞാൻ എളുപ്പത്തിലാണ് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്ത്. പിന്നെ ഒരു മുട്ട 2 മുട്ട കൊണ്ട് ഒരു ഓംപ്ലേറ്റ് 4 മുട്ട ഇല്ല, അങ്ങനെ 2 ഓംപ്ലേറ്റ് ആയിരുന്നു. ഒരു ഓംപ്ലേറ്റ് അവർക്ക് വെച്ച് ഒരെണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഓംപ്ലേറ്റ് ഫോയിൽ പേപ്പറിൽ അതും പൊതിഞ്ഞ് വെച്ചു. ഇനി അടുത്ത പരിപാടി മീൻ വറുത്തത് പൊതിഞ്ഞിട്ടില്ല. അങ്ങനെ മീൻ വറുത്തതൊന്നും ഒരുപാടില്ലായിട്ട് നമ്മൾ ഉണ്ണികൾക്ക് വേണ്ടി മാത്രം നമ്മൾ ഈ മസാല പറ്റി വെക്കണോളൂ. ഞാൻ രണ്ടൊന്നും അങ്ങനെ കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ അവരുടെ നിന്ന് കുറച്ച് മീൻ വറുത്തത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
പിന്നെ എന്താ പരിപാടി, ഇനി അടുത്തത് ഷെബിക്ക് ചമ്മന്തി ഇഷ്ടമാണ്. കുറച്ച് കൂടുതൽ ചമ്മന്തി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഷെബി ചമ്മന്തിയുടെ ആളാണ്. ഷെബി കൊടുക്കാനാണ്, അച്ചും ആണ് ഞാൻ വീട്ടിൽ ചമ്മന്തി നല്ലോണം കഴിക്കലാണ് കേട്ടോ. അങ്ങനെ ഈ ഉരുളക്കിഴങ്ങ് ഉപ്പേരി നല്ല കുരുന്നാന്ന് എഴുതി കാണുമ്പോൾ തന്നെ അറിയണം. പക്ഷെ അത് നല്ല സ്കൂളിലേക്ക് കുട്ടികൾ കൊടുത്തേക്കാൻ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ആ ഒരു ഉപ്പേരി മുട്ട ഓംലേറ്റ് ഒരു അച്ചാർ കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചോറുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഈ തടി കുറഞ്ഞ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നല്ലതാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഹെൽത്ത് നല്ലതാണ്. നമ്മൾ ഈ തടിയുള്ളവർക്കാണ് ഈ ഉരുളക്കിഴങ്ങ് കുറച്ച് പ്രശ്നം. ഞാൻ തരിയൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. ആകെ 2 ഉരുളക്കിഴങ്ങ് കൊണ്ടായിട്ട് ഉണ്ടാക്കിയത്. അങ്ങനെ ഷെബിക്ക് ഇഷ്ടമില്ലെങ്കിൽ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഞാൻ ചോറ് ഒരു കയ്യിലോട്ട് ഊറ്റി ഞാൻ കാസറോളിട്ടുണ്ട്. എന്നിട്ട് തിങ്ങിയപ്പോൾ അങ്ങനെ ഈ കാസറോളിൽ ബാക്കി ഊറ്റലൊക്കെ കഴിഞ്ഞപ്പോൾ ആ ചോറ് കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് 2 നേരത്തേക്ക് ആക്കണം കേട്ടോ. അപ്പോൾ ഒന്നും ഷെബിക്ക് ഇത് തന്നെ അവിടെ ബാക്കിയാവും എനിക്കറിയാം. എന്നാലും കുറവാവേണ്ട വെച്ചിട്ട് ഞാൻ കാസറോൾ നിറയെ ചോറാക്കണ്ടിട്ട്. എന്ന് വെച്ചാൽ കാർത്തുമ്മ നിൽക്കും എന്നുള്ള കാര്യം അറിയില്ല. കാർത്തുമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കും. അപ്പോൾ കാർത്തുമ്മയ്ക്ക് കൂടിയിട്ടാണ് ആക്കിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ചോറും ആക്കി. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് മീൻ കറി കൂടി ആക്കിയാൽ നമ്മൾ അവർക്കുള്ള ഫുഡ് ഓക്കെ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിനി അടുക്കള ക്ലീനിങ് കണ്ടിട്ട് എത്ര പ്രാവശ്യം രാവിലെ ചാവടി കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം അടുക്കള ക്ലീനാക്കി. അത് കഴിഞ്ഞ് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അടുക്കള ക്ലീനാക്കി. പിന്നെ ഫുഡൊക്കെ വിളമ്പി കഴിഞ്ഞപ്പോൾ അടുക്കള ക്ലീനാക്കി. അടുക്കള ഇങ്ങനെ ക്ലീനാക്കി നിൽക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചട്ടി മയക്കാൻ വെച്ചതിൻ്റെ പകുതി പണിയിലായിരുന്നു കേട്ടോ. അടുപ്പൊഴില്ലാത്തരം ഇനി ഞാൻ ചെയ്യണത് ഈ വെളിച്ചെണ്ണ ഇതിലേക്ക് കുറച്ച് നേരം മുന്നേ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കണ്ടോ 2നും ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് നേരെ ചൂടാക്കിയിട്ട് അപ്പുറത്ത് മാറ്റി വെച്ച് കഴിഞ്ഞു കേട്ടോ. അതിന് സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ സബോള ഒന്ന് കരിയണ വരയ്ക്ക് ഇന്നിങ്ങനെ അടുപ്പത്ത് കിടന്നിട്ട് ഇങ്ങനെ കരിയണം ആ സബോള. അപ്പം നമ്മുടെ ചട്ടി മയങ്ങിയിട്ടിട്ട് സെറ്റാണ് കേട്ടോ. ആദ്യമൊക്കെ ചട്ടി മയക്കാൻ ഭയങ്കര പണിയായിരുന്നു. ഇപ്പം സിമ്പിളാണ് കേട്ടോ. ഞാൻ പറഞ്ഞു കുറച്ച് വെള്ളവും ചായയും മഞ്ഞൾപ്പൊടി ഇട്ട് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ഒന്നാമത്തെ പരിപാടി കഴിഞ്ഞു. അതുമ്പോൾ തന്നെ നോറ്റ് പിന്നെ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഓയിൽ പറ്റിയിട്ട് അതിൽ കുറച്ച് സവോള ഇട്ടിട്ട് ഒന്ന് മുപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചട്ടി മയക്കിന് കഴിഞ്ഞു കേട്ടോ. ഇങ്ങനെയാണ് ചട്ടി മയക്കുക. പണികളൊക്കെ കഴിഞ്ഞ് 3 കുളിപ്പിച്ച് അവിടെ വെച്ച് നിർത്തിയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇനിയിപ്പോൾ വിശന്നിട്ട് വയ്യാണ്ട് അലർജി കുളിക്കുന്നതിന് മുന്നേ വിശിക്കുന്നതാണ്. പക്ഷേ ഞാൻ കുളി കഴിഞ്ഞില്ലേ, പിന്നെ ചോറ് കഴിഞ്ഞാൽ മടിയാവും. പിന്നെ എനിക്കും ചോറൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുളിക്കണമെങ്കിൽ ഇരുത്തി എളുപ്പമല്ല. കട്ടിലും വേണ്ടുണ്ടേ എടുത്തോടക്ക കട്ടിലുമ്പോൾ തോർത്തുണ്ട് എടുത്തോടക്ക അപ്പയ്ക്ക്. അപ്പോൾ വയ്യ, തല കറങ്ങാൻ ഛർദ്ദിക്കാൻ വരില്ലാത്ത അസുഖമൊന്നും ചില നേരത്തെ തീരെ വയ്യ. അപ്പോൾ എന്തിനാണ് ഇതൊക്കെ ഉണ്ടാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് എന്താ ചെയ്യുക. അവർക്ക് സ്കൂൾ തുറക്കാറായി. അപ്പോൾ അവരാഗ്രഹം ഇപ്പോൾ ഒരു 2 ആഴ്ചയൊക്കെ എൻ്റെ ചട്ടിച്ചോറിനോട് ചോദിക്കണം. വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മുന്നേ കണ്ടു വെക്കാറ് ചട്ടിച്ചോറ് ഉണ്ടാക്കിയത്. ഇപ്പം നാളെ പഴങ്കഞ്ഞി വേണമെന്നുള്ള ചോറ് ബാക്കി വരാൻ സാധ്യത. അങ്ങനെ പഴങ്കഞ്ഞിക്ക് ബുദ്ധിമുട്ടില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ഐറ്റംസുകൾ ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ ഫുഡ് വിളമ്പട്ടെ കേട്ടോ. അങ്ങനത്തെ നമ്മുടെ ചട്ടിച്ചോറ് സെറ്റാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടി മയങ്ങിയത് നിങ്ങൾക്ക് കാണുമ്പോഴാണ് നല്ല ചുവന്ന ചട്ടിയായിരുന്നു. അതിപ്പോൾ കണ്ടോ നല്ല കറുത്ത ചട്ടിയായിട്ടില്ലേ, അടിപൊളിയായിട്ട് മയക്കിയെടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ചോറിട്ടു. ഇനി അതിലേക്ക് ഇന്നലെ ആട്ടോ ഈ ചട്ടി ഞാൻ മേടിച്ചത് കടച്ചക്ക ഉപ്പേരി ഇട്ടു. കടച്ചക്ക ഉപ്പേരി ഉണ്ടാവും. സത്യം പറഞ്ഞാൽ അത് മാത്രമാണെങ്കിൽ സുഖമായിട്ട് ചോറുണ്ടാവും. അങ്ങനെ നമ്മളിത് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ നല്ല നാളികേര ചമ്മന്തി, പിന്നെ 2 മീൻ വറുത്തത് കണ്ടോ. അതിൻ്റെ ഇടയിലൊന്ന് കോട്ടയായിട്ട് താട്ടോ ഉറക്കം. പിന്നെ ഒരു മുട്ട ഓംലെറ്റിൻ്റെ ഒരു പകുതി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മീൻ കറി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് നല്ല ചിക്കൻ കറി ഉണ്ടായിരുന്നു. രാവിലത്തെ നല്ല ചിക്കൻ കറി ഉണ്ടായിരുന്നു. അത് ഞാൻ ഒന്നും കൂടി റോസ്റ്റാക്കി എടുത്തുട്ടോ. സത്യം പറഞ്ഞാൽ പൊന്നിട്ട് അത് ഞാൻ കൊടുത്തേക്കാൻ മറന്നു, ഞാൻ കണ്ടില്ല. അത് ഓർമ്മയിൽ പറ്റില്ല രാവിലത്തേക്ക് തന്നെ അതുണ്ടായത് കേട്ടോ. പിന്നെ നമ്മൾ നാരങ്ങ അച്ചാറിൻ്റെ നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പപ്പടം കൂടി കാഴ്ച വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചട്ടിച്ചോറ് സെറ്റാണ് കേട്ടോ. പപ്പടം ഞാൻ ഇപ്പോഴാണ് കാഴ്ചയുടെ പൊന്നിന് കൊടുത്തേക്കുന്ന സമയത്ത് പപ്പടമൊന്നും കാഴ്ചയുണ്ടായിരുന്നില്ല. പിന്നെ ഷെബി അങ്ങനെ പപ്പടം കഴിക്കില്ല, പൊന്നു മാത്രം തന്നെയാണ് കഴിക്കുക. പക്ഷെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കുണുക്കമ്പോനുള്ളത്, അത് കുണിക്കുമ്പോഴേക്കുള്ള ചട്ടിച്ചോറായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ കുണുക്കനുള്ള ചട്ടിച്ചോറാണ് കേട്ടോ.
മൂക്കടയും പെട്ടെന്ന് ഭയങ്കര പ്രശ്നമാണ്. അതായത് ഫാനില്ലാണ്ടല്ല നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ വേർപ്പ് തലേന്ന് താഴുമ്പോൾ മൂക്കടയണത് കേട്ടോ. അങ്ങനെ നമ്മൾ കുടിക്കുമ്പോഴും കൊടുക്കുമ്പോഴും ഇവരെല്ലാം നല്ല മധുരം എരിവ് കഴിക്കണാനും ഇവർക്ക് ചട്ടിച്ചോറും പൊതിച്ചോറും എന്നൊരു വിഷയമില്ല കേട്ടോ. ചില ഈ പ്രായമുള്ള കുട്ടികൾക്ക് ഇങ്ങനെ പൊതിച്ചോറ് അത് കാർത്തുമ്പയ്ക്ക് ഇടയ്ക്ക് കുഴപ്പമില്ല കേട്ടോ. അവർ എല്ലാവരും അത്യാവശ്യം എരിവ് കാര്യങ്ങളൊക്കെ കഴിക്കണാനും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇന്ന് മാങ്ങച്ചാറല്ലാണ്ട് ഇന്ന് നല്ല നാരങ്ങ ഉപ്പിലിട്ടതാട്ടോ, പച്ചമുളക് ഉപ്പ് കൂട്ടിയിട്ട് 2 ദിവസം ഞാൻ പുറത്ത് വയ്ക്കും. അത് കഴിഞ്ഞ് ഡപ്പയിലാക്കി ഫ്രിഡ്ജിൽ നല്ല കുപ്പിയിലാക്കി ഫ്രിഡ്ജിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ വടുകപ്പുളി ചെറുനാരങ്ങ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു നാരങ്ങയാണ്, ഇവിടെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നമ്മുടെ കുടിക്കുമ്പോൾ കാർത്തുമ്പയ്ക്ക് ഒരു കുഞ്ഞ് ചട്ടി നമ്മുടെ പഴയതിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പുറത്തേക്ക് എടുത്തു. അതിന് കുറേശ്ശെ ഒരു മീൻ കഷ്ണം, തുണ്ട് ഉപ്പിരി, തുണ്ട് ഓംപ്ലേറ്റ്, ഒരു കഷ്ണം ചിക്കൻ, ഒരു കഷ്ണം മീൻ കറി, 2 കടച്ചക്കുപ്പേരി ഇട്ട് നമ്മുടെ ചട്ടിച്ചോറൊക്കെ അങ്ങനെ സെറ്റായിട്ടുണ്ട് കേട്ടോ. കേട്ടോ ചട്ടിച്ചോറ് കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയല്ലേ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു സിമ്പിൾ പരിപാടി കേട്ടോ. വയ്യാത്ത കാരണമാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയതെങ്കിലും ഇതൊക്കെ സിമ്പിളാട്ടോ. പിന്നെ ഇവിടെ ചോറിന് 3 ആൾ റെഡി ആയിട്ട് ഇരിപ്പാട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കണതാണ് കാണുന്നത്. 3 എണ്ണത്തിന് എണ്ണയൊക്കെ തേച്ച് ചൂടുവെള്ളത്തിന് കുളിപ്പിച്ച് ഇരിക്കുന്നുണ്ട് 3. അങ്ങനെ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ എൻ്റെ പണി. എന്താ ഫുഡ് കുണിക്കാണ് കൊറേ നാളായിട്ട് ചോദിക്കണല്ലേ. ഹാപ്പി ചെയ്യാ. ഇനി നാളെ എന്താണ്ട്? പഴങ്കഞ്ഞി. ചോറ് നന്നായി കുഴക്കുന്നത്. കാത്തു എങ്ങനെയുണ്ട്? ചോറെടുത്തോളട്ടെ അതിന് ചേച്ചി കുഴപ്പമില്ല, ഞാൻ പിടിച്ചിട്ട് എനിക്ക് കുഴപ്പമില്ല, ഞാൻ കഴിച്ചു. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ കുണിക്കുമോള് ചോദിച്ചാണ് ചട്ടിച്ചോറ്. അങ്ങനെ നമ്മൾ ചട്ടിച്ചോറൊക്കെ സെറ്റ് ചെയ്ത് 3 ആളിരുന്ന് സാപ്പിടുന്നുണ്ട്. നല്ല രസമുണ്ടോ? നമ്മളെന്താ പറയുക, ഇവിടെ ഒരാള് കുടിക്കില്ല, രാവിലത്തെ പുട്ടിനെ ബാക്കി കഴിക്കുന്നത്. എന്നിട്ടാ വെള്ളം ചേർത്ത് നോക്കാം. എന്തായി എന്നിട്ടാ ചോറിനില്ലേ? അങ്ങനെ അഞ്ഞുമായിട്ട് കുണുക്കൻ്റെ ചോറ് മതിയാക്കിയപ്പോൾ അതിന് കുറച്ചുള്ളൂ കണ്ണ നിൽക്കറിയാം. അതിന് തൈരുള്ളൂ. അത് അതിനായിട്ട് കഴിക്കാതെ വൈകുന്ന കാർത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ വന്നിട്ട്. അപ്പോൾ പിന്നെ ഞാൻ അതിൽ കുറച്ചും കൂടി ചോറ് ഇട്ട് കൊടുത്തു കേട്ടോ. കുറച്ച് ചോറും കുറച്ച് കൂടുതൽ ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. കുണുക്കനും കാത്തുമ്മയ്ക്കും ഒറ്റയ്ക്ക് തിന്നാൻ ഭയങ്കര മടി. കൈ ഇട്ടളമാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞ് വാരി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കാർത്തുമ്മയുടെ പാത്രത്തിൽ ഞാനായിരുന്നു. അപ്പോൾ ഈ കുണുക്കൻ വായിൽ വെച്ചിരും, കുണിക്ക് കാർത്തിന് വായിൽ വെച്ചിരും വയ്ക്കുന്നുണ്ട്. അപ്പോൾ കുണിക്കുമ്പോൾ അങ്ങനെയല്ല കേട്ടോ. കുണിക്കുമ്പോഴൊക്കെ ഒറ്റയ്ക്ക് കഴിക്കൂട്ടോ. അങ്ങനെ ഒരു കാര്യം കുണിക്കുന്ന കാര്യത്തിലാണ് കേട്ടോ. അവൾ ഒറ്റയ്ക്ക് അവൾക്ക് ആവശ്യമുള്ളതൊക്കെ അവളോട് ഇരുന്ന് കഴിക്കൂട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ